നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെപ്പർ റാപ്പാണ്. നോമ്പുറൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. സമൂസയേക്കാളും വളരെ ഈസിയും നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഒരു 12 പെപ്പർ റാപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. ഒരു ബൗളിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ച് തന്നെ എടുക്കണം വെളുത്തുള്ളി. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോരുത്. ഞാൻ 1.5 കപ്പ് മൈദയ്ക്ക് ഏതാണ്ട് 1/2 കപ്പ് വെള്ളമാണ് കുഴക്കാനെടുത്തത്. ഇത് മുഴുവനും വേണ്ടി വന്നില്ല കേട്ടോ അത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും ഇട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് മാത്രം ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പം വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല. കറക്റ്റ് അളവിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടോ, ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കണം. അപ്പോൾ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കിള്ളിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ചോപ്പറിലിട്ടിട്ട് ഒരു 2 സവാളയും ഒരു പച്ചമുളകും ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൈവച്ചോ ഒന്ന് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഒട്ടും സമയമില്ലാത്ത കാരണമാണ് ഈ ചോപ്പറിൽ ഇത് ചെയ്യുന്നത് കേട്ടോ. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാണ്ട് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കുമ്പം ഒരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇങ്ങനെ വെന്ത് പോവാതെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി നിങ്ങൾക്ക് കുറച്ച് വേവണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി സവാളയ്ക്ക് നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചത്. സവാള ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുഴച്ച് വെച്ച മൈദ എടുത്തിട്ട് 3 ബോൾസാക്കി ഈക്വൽ ബോൾസാക്കി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിൽ ഒരു ബോൾ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അല്പം ഓയിൽ തടവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പരന്ന് കിട്ടും. എന്നിട്ട് മാക്സിമം കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി ഇനി പരന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഈ മാവ് കുഴച്ചെടുത്താണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സമൂസ കഴിക്കുന്നതിനേക്കാളും നല്ല സ്വാദായിരിക്കും ഇതിന്. കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും കൂടി ഇത് ഇഷ്ടപ്പെടും, നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുത്തേക്കണം. മിസാസ് കിച്ചൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ ഇത് ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കനത്തിൽ പരത്തണമായിരിക്കും നല്ലത്. പിന്നെ ഇത് വല്ലാണ്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളത് റോൾ ചെയ്യുമ്പോഴത്തേക്കും ഷേപ്പായി വന്നോളും. ഇതിപ്പോൾ ഒരുവിധം റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് വരഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ ഒരു കത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 4 ഒന്ന് വരഞ്ഞെടുക്കാം. ക്രോസ് ചെയ്തൊന്ന് വരഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് ഓരോ പീസിലും മസാല വെച്ച് കൊടുക്കാം.
ഇത് റോൾ ചെയ്യുമ്പോൾ മസാല പുറത്തേക്ക് പോകാത്ത വിധത്തിൽ മസാല വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് മസാല വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ മാവ് നമ്മൾ പരത്തിയതിൻ്റെ വലിപ്പം അനുസരിച്ച് മസാല വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ രണ്ടറ്റത്തു നിന്ന് നടുക്കോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. കണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ റോള് റെഡി ആയിട്ടുണ്ട്. പെപ്പർ റാപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് മൈദയുടെ പശയൊന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒട്ടിത്തന്നെ ഇരുന്നോളും. അതിങ്ങനെ മസാലയൊന്നും പോവാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിയിരുന്നോളും. ഇത് മതി. ഇനി നമുക്കിതൊന്ന് എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒരുപാട് അങ്ങോട്ട് ചൂടായി നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കരിഞ്ഞൊക്കെ വരുന്ന വിധത്തിൽ ചൂടാവേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഓരോന്ന് ഇതിനകത്തേക്ക് എടുത്തിടാം. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം മൊരിയുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നെയ്യ് ചേർത്ത് കുഴച്ച കാരണം ഇത് നന്നായിട്ട് ക്രിസ്പി ആവും, നല്ല സോഫ്റ്റും ആയിരിക്കും. സമൂസയെക്കാളും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആകുന്നത് വരെ, എല്ലാ സൈഡും ഒരു ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. Thank you.